നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് കേരളത്തിലെ നീർപക്ഷികളിൽപ്പെട്ട രണ്ട് പക്ഷികളെയാണ്. ഒന്ന് കുളക്കൊക്ക്, രണ്ട് കുളക്കോഴി. കുളക്കൊക്ക് കേരളത്തിലെ പാടങ്ങളിലും ജലാശയങ്ങളിലും വ്യാപകമായി കണ്ടുവരുന്ന പക്ഷിയാണ്. കഴുത്ത് ചുരുക്കി വെള്ളത്തിലേക്ക് തുറിച്ചു നോക്കി ഇരയെ കാത്തിരിക്കുന്നത് കുളക്കൊക്കിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇരയെ കാണുന്ന മാത്രയിൽ തന്നെ അതിനെ കഴുത്തു നീട്ടി കൊത്തി തിന്നുകയും ചെയ്യും. പാടത്ത് ഉഴവ് നടക്കുമ്പോൾ ഈ പക്ഷികൾ അതിൻ്റെ പിന്നാലെ നടക്കുന്നതും പതിവാണ്. കുളക്കൊക്കിൻ്റെ ചിറകും വാലും തൂവെള്ളയാണ്. ചിറകൊതുക്കി വിശ്രമിക്കുമ്പോൾ ഇതിൻ്റെ ശരീരമാസകലം തവിട്ട് നിറം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. പറക്കുമ്പോഴാണ് വെള്ള നിറം പ്രകടമായി കാണുന്നത്. മുട്ടയിടുന്ന സമയത്ത് ഇതിൻ്റെ സാധാരണ തൂവലുകൾ കൊഴിഞ്ഞുപോയി പകരം വർണ്ണഭംഗിയുള്ള പുതിയ തൂവലുകൾ ഉണ്ടാകാറുണ്ട്. കുളക്കൊക്ക് കൂടുകൂട്ടുന്നത് വൻമരങ്ങളിലാണ്. ചുള്ളിക്കമ്പുകളും മറ്റും കൂടൊരുക്കാൻ ഉപയോഗിക്കുന്നു. ഇവ ഒരൊറ്റ തവണ 3 മുതൽ 4 വരെ മുട്ടകൾ ഇടുക പതിവാണ്. നേരിയ പച്ചനിറമുള്ള ഇതിന് കോഴിമുട്ടയോളം വലിപ്പമുണ്ട്. ആൺ പെൺ പക്ഷികൾ മാറി മാറി അടയിരിക്കാറുണ്ട്. കുഞ്ഞു വിരിഞ്ഞ് പുറത്തു വരുമ്പോൾ തൂവലുകൾ നന്നേ കുറവായിരിക്കും. തൂവലുകൾ മുളച്ച് ശരീരം മൂടുവാൻ 10-12 ദിവസം വേണ്ടിവരും. പാടങ്ങളും ജലാശയങ്ങളും ഇന്ന് കേരളത്തിൽ കുറഞ്ഞു വരികയാണ്. അതിനാൽ കുളക്കൊക്കുകളും ഇപ്പോൾ വിരളമായി വരികയാണ്. ഇത് കുളക്കൊക്കിനെ പറ്റിയുള്ള ഒരു ചെറിയ വിവരം. അടുത്ത പക്ഷി കുളക്കോഴിയാണ്. കുളക്കൊക്കിനെ പോലെ കേരളത്തിൽ സർവ്വസാധാരണമായ നീർപക്ഷിയാണ് കുളക്കോഴി. നാട്ടുകോഴിയേക്കാൾ വലിപ്പം കുറഞ്ഞ ഈ പക്ഷികൾ ഒറ്റയ്ക്കും ഇണകളായും സഞ്ചരിക്കുന്നു. നിലത്തു നടന്നാണ് ഇവ ഇര തേടുന്നത്. കുളക്കരയിലും പാടത്തും ജലാശയമുള്ള പൊന്തയിലും മറ്റും കുളക്കോഴിയെ ധാരാളം കാണാം. കുളക്കോഴിയുടെ ദേഹം ആകപ്പാടെ മങ്ങിയ കറുപ്പ് നിറമാണ്. മുഖം, താടി, തൊണ്ട, നെഞ്ച് എന്നിവ തൂവെള്ളയാണ്. കുറുകിയ വാലിനടിയിൽ തവിട്ട് കലർന്ന ചുവപ്പ് നിറം, കൊക്കിനും കാലിനും നേരിയ പച്ച നിറം. കഴിയുന്നിടത്തോളം ഒളിച്ചു കഴിയാനാണ് കുളക്കോഴികൾ ശ്രമിക്കുന്നത്.